ആ എന്നാ അഴകാശം ചേട്ടേ പോണ്ടേ എവിടാ ചേച്ചിയെ ഇതാണ് ഞാൻ പറഞ്ഞ മേസ്ത്രി. അമ്മ എവിടാ മതിലേട്ടന്റെ കാര്യം കാണിച്ചു കൊടുക്ക. അതങ്ങോട്ട് വാ. ഇവിടുന്ന് മുട്ടിച്ച് കെട്ടണം. ഇവിടുന്ന് മുട്ടിച്ച് തങ്ങളുടെ തലവരെ അങ്ങേറ്റം വരെ. അമ്മ ഇവിടെ ഇപ്പൊ എങ്ങനെ പാറ ഇറങ്ങി കെട്ടണോ അതേ താവൂക്ക ചുടിയിൽ ഇറങ്ങി കെട്ടാന്നാ? കെട്ടിയാലും എനിക്ക് പ്രശ്നമില്ല. അതൊക്കെ മേശിയുടെ ഇഷ്ടം. മതില് നല്ല ബലമുള്ളതായിരിക്കണം. ഒരു മഴയത്തങ്ങ് ഇടിഞ്ഞ് വീണ് പോകരുത്. തന്നെ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. പാറ ഇറക്കി അടി കെട്ടിയിട്ട് മുകളിൽ താവൂക്ക് വെച്ചാൽ കെട്ടാ. അത് കെട്ടാ അത് കെട്ടാ. ഞാൻ എന്തായാലും ഒന്ന് അളന്നു നോക്കട്ടെ. ചേട്ടാ പിടിക്കണം. എല്ലാം നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ബംഗാളികളെ വരെ കിട്ടാൻ ഞാൻ മേശരി. ഞാൻ എന്റെ നാട്ടിലെ മേശരി. ഇവിടെ ഇവിടെ അളന്നു അതില് അമ്മച്ചി വിളിച്ചു. എന്റെ വീട്ടിൽ എനിക്ക് മതിൽ കെട്ടണം. അതുകൊണ്ടാണ് ഞാൻ ഈ മേശരിയെ വിളിച്ചത്. അത് ശരിയാവണം. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്തോന്ന് പ്രശ്നം? നാട് മുഴുവൻ പറഞ്ഞോടറിയാമോ? നാട് മുഴുവൻ പറഞ്ഞു നടക്കുന്നത് ഇത് മൊത്തം അവന്റെ ഇവിടെ മതിലിട്ട് തിരിച്ച് അവന് പറയാൻ പറ്റില്ലല്ലോ. അവന്റെ അഭിമാനം പോകും. നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ട. അതെ, ഈ തോന്നിയ ദിവസം ഇങ്ങനെ മതിലിട്ടല്ലോ വേറെ ഒരിടത്തും ചെയ്യൂല. ഇത് വൃത്തിയാണ്. നിങ്ങൾ പാലായാലും ഒന്ന് നോക്ക്. ഞങ്ങൾ ആ കൂട്ടുകുടുംബം എന്ത് ഐക്യത്തോടെയാണ് അവിടെ കഴിയണെന്ന്. അമ്മാവനോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇവിടെ മതിലിട്ടാൻ പറ്റൂല. എന്താ പറ്റാത്തത്? ഞാൻ അമ്മയുടെ അടുത്താണ് പറയണത്. എനിക്ക് അമ്മാവനോട് സംസാരിക്കണ്ട. മതിലൊരു 10 അടിക്ക് മുകളിലുണ്ടായിരിക്കണം. 10 അടി മുകളിലാ? അമ്മ നമുക്ക് അതിന്റെ മണ്ടല്ലേ ഈ കമ്പിയൊക്കെ ഇങ്ങനെ കറക്കി കറക്കി നമ്മളെ ജയിലിന്റെ മതിലെടുത്തില്ലേ? അങ്ങനെ ആയാലും ഒരു കുഴപ്പമില്ല. അത് കേട്ടാ അമ്മ, ഈ മതിൽ ഇവിടെ കെട്ടിയ ഒരുപാട് ഭവിഷ്യത്തുണ്ടാവും. ഒരു ഭവിഷ്യത്തുമില്ല. നീ ആവശ്യമുള്ള കാര്യങ്ങൾ പറയല്. ഇവിടെ ഞങ്ങളൊരു കുടുംബം കഴിയാണ്. ഞാനൊരു കൊച്ചും തള്ള ഉള്ളതാ. ഞങ്ങൾക്ക് ഇച്ചിരി കാറ്റും വായും വെളിച്ചൊന്നും കിട്ടട്ടെ. അല്ല, ഈ മതിൽ ഇവിടുന്ന് ഇടിഞ്ഞങ്ങ് വീണാൻ ചെയ്യും. ഞങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കണം. അങ്ങനെയൊന്നും മതിൽ ഇടിഞ്ഞ് വീഴൂല. ഞാനാണ് കെട്ടണം. മേശരിയാണ് കെട്ടണം. നീ ചുമ്മാ നീ എന്തുറപ്പല്ലേ പറയണത്? അതെ, മതിലേട്ട് ഞാൻ സ്റ്റേ വാങ്ങിക്കും. പോലീസിനാണ് വിളിക്കണത്. 60 വയസ്സായ ഒരു സ്ത്രീ കംപ്ലൈന്റ് കൊടുത്താൽ എന്താണ്ടാവും അറിയോ? പിന്നെ പട്ടാളക്കാരന്റെ ഭാര്യയും കൂടിയാണ്. നീ അഴി എണ്ണണ്ട് വരും. വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിന് കണ്ട അവിടെ മാറിക്ക്. ചേച്ചി പറഞ്ഞാൽ എനിക്കിത് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. പിടിക്ക്. നീ വിളിക്ക്, പോലീസിനെ വിളിക്കണം. വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ മതിലേട്ടി കഴിഞ്ഞാൽ എന്നെ കാണണ്ടല്ലോ നിനക്ക്, അല്ലേ? വേണ്ടെങ്കിൽ വേണ്ട, നിന്റെ ആഗ്രഹം നടക്കട്ടെ. മതിലേട്ടി കഴിഞ്ഞ് ആരെ കാണണ്ടെങ്കിൽ വേണ്ട. അപ്പുറത്തുള്ളവർ തിന്നാ കുടിച്ചാ ജീവിച്ചിരിപ്പുണ്ടാവുന്ന അറിയണ്ടെങ്കിൽ നിങ്ങൾ മതിൽ കെട്ടി എന്താണോ ചെയ്തോ. അതിന് പോലീസിൽ നിന്ന് വിളിക്കണേ. ഞാൻ ഒന്നും പറയില്ല, എനിക്ക് തടസ്സമില്ല. കെട്ടിക്കോ, കെട്ടും. മതിൽ കെട്ടടോ അങ്ങോട്ട്. ഒരു മതിൽ കെട്ടി എല്ലാം തീരുമെങ്കിൽ അങ്ങ് ആയിക്കോട്ടെ. ഒരുപാട് പൊക്കത്ത് കെട്ടണ്ട. ഒരു ചെറിയൊരു ഇത് മതി. അതെന്ത്? അല്ല, അങ്ങനെ കിട്ടിയ പോരമ്മ. അങ്ങനെ പോരാ. ഞാൻ തീരുമാനിച്ചോണ്ട് തന്നെ കെട്ടും. അതെ, നിങ്ങള് കെട്ടണ നിങ്ങൾ ഉദ്ദേശിച്ചല്ലേ കെട്ടിക്കോളും. പക്ഷെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഒരു കിളിവാതിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മതിലൊന്നും ഇടാൻ പറ്റൂല. വേണ്ട, കിളിവാതിലും വേണ്ട, കിളിക്കൂടും വേണ്ട. ഞാൻ തീരുമാനിച്ചോണ്ട് തന്നെ കെട്ടും. നിങ്ങൾ തമ്മിൽ കാണണ്ട. കാണണ്ടേ? ഇച്ചിരി കാറ്റ് കയറാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഞങ്ങളവിടെ വേണ്ട വേണ്ട, നിങ്ങൾ കാണണ്ട. ഞാൻ കാണണം. ഇത് കാണണോ? അവള് വല്ലതും കഴിച്ചതെന്ന് അറിയണ്ടേ? എനിക്കും പിന്നെ ഇവിടെ അമ്മയെ കാണണം, ഹവിൽദാർ മാമനെ കാണണം. അത് കൊള്ളാം. ഞാനായ കുറ്റക്കാരി. നല്ല കാര്യമായിപ്പോയി. നമ്മളിപ്പോ എപ്പോഴാ അതിനു വേണ്ടി വഴക്കുന്നുണ്ടാക്കിയില്ലല്ലോ. ഇപ്പൊ ഇവിടെ നിസ്സാരം ഒരു വിഷയം ഉണ്ടായില്ലല്ലോ. ഞങ്ങൾ 1-2 കൊച്ചു വർത്താനം പറഞ്ഞതിന് ഇവിടെ മതിൽ കെട്ടേണ്ട കാര്യമുണ്ടോ? എടാ, നിസാരമാണ്. ഒരു പേപ്പറിന്റെ പെർസെന്റാണ് ഇത്രയും ഉണ്ടായത്. മനസ്സിലായല്ലോ? ഇതിനു മുമ്പ് എത്ര പ്രാവശ്യം വഴക്കുണ്ടാക്കിയിരിക്കുന്നു. അവിടെ മതിൽ കിട്ടി. അവിടെ ഇപ്പൊ എവിടെ മതിലിട്ട പൈസ ഉണ്ടാ പറ്റില്ല. അപ്പം മതിൽ കെട്ടണ്ടേ രണ്ടുപേർക്കും? പിന്നെ നിങ്ങൾ കെട്ടിപ്പോ. ഞാൻ പറയുന്നില്ല, ഒരു 8 രൂപ പേപ്പറാണ് അമ്മയ്ക്ക് വലുതല്ലേ? എടാ, നിനക്ക് മതിൽ കെട്ടണ്ട. ഞാൻ പറഞ്ഞില്ലല്ലോ അമ്മ എടുത്ത് മതിൽ കെട്ടാ. എടാ, നിനക്ക് മതിൽ കെട്ടണോ? ഞാൻ എപ്പോഴും പറഞ്ഞു എനിക്ക് മതിലിട്ടണത്. എനിക്ക് അവനെ കാണണം, അവളെ കാണണം, കൊച്ചിനെ കാണണം. എനിക്കത് നാളെ കാണാം. ഞാൻ അങ്ങനെ ഇരിക്കും. എത്ര വർഷത്തെ വന്ന അമ്മ? അതെ, അവ ഈ വേല കാണിച്ചിട്ട് ഞാൻ വെറുത്താ. എന്താ? അതെ, 10-25 കൊല്ലത്തെ ബന്ധാ ഞാൻ അവനായിട്ട്. അത് നിങ്ങളെ ഒരു മതിലേട്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെ തീരെയൊന്നുമില്ല.
രണ്ടിനും ചെന്ന് കണ്ടു കൊടുത്തമ്മേ. രണ്ടിനും ഞാൻ അടിച്ച് പറ്റിച്ചു തരും കേട്ടാ. സ്നേഹമുള്ളിടത്തല്ലേ വഴക്കുണ്ടാവും. എനിക്കറിയായിരുന്നു നിങ്ങൾ ഇങ്ങനെ ഇരിക്കും. അവിടെ മതിൽ കെട്ടണ്ടേ? തൽക്കാലം വേണ്ട, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് വരേണ്ടി വരും.